മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ലോകം മാറി, നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ സാധ്യതകൾ എന്താണ് എന്ന് പരിശോധിച്ച്, നമ്മുടെ അഡ്വാൻറ്റേജസ് എന്താണ്, നമ്മുടെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്ന് കൃത്യമായി പരിശോധിച്ചാണ് ഈ ബജറ്റ് തയ്യാറാക്കിയത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബജറ്റാണ്. ഭാവിയിൽ എന്ത് ചെയ്യണം കേരളം എന്ന് കൃത്യമായ ദിശാബോധം നൽകുന്ന ഒരു ബജറ്റാണ്. ആ രീതിയിലാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതോടൊപ്പം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായി പ്രതിഫലിക്കുക കൂടി ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ്. സർ, നമുക്കറിയാം കേരളത്തിൽ ജനസംഖ്യാപരമായ ഡെമോഗ്രാഫിക് ചേഞ്ചസ് നടക്കുന്ന ഒരു കാലമാണ്. സാമ്പത്തികമായ പരിവർത്തനത്തിലൂടെ ലോകവും രാജ്യവും കേരളവും നടന്നു നീങ്ങുന്ന ഒരു കാലമാണ്. സാർ, ഈ കേരളം ആ ജനസംഖ്യാപരമായ മാറ്റങ്ങളെ കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല. നമ്മുടെ കേരള മോഡലിനെ കുറിച്ച് നമ്മൾ പറയും, നമ്മൾ ഇപ്പോഴും അഭിരമിക്കുകയാണ് പഴയ കേരള മോഡൽ പറഞ്ഞ്. സാർ, ആ കേരള മോഡലിന്റെ കരുത്തെന്തായിരുന്നു? 65% വരുന്ന കേരളത്തിലെ ജനസംഖ്യയുടെ ഒരു ശതമാനം യങ്സ്റ്റേഴ്സ്, ചെറുപ്പക്കാർ. സാർ, അവരുടെ പോപ്പുലേഷൻ കേരളത്തിൽ ചെറുതായി വരികയാണ്. സാർ, ആയുർദൈർഘ്യം കേരളത്തിൽ വർദ്ധിച്ചു. പ്രായമായവരുടെ എണ്ണം വളരെ വലുതായി കൂടുകയാണ്. ഡെമോഗ്രാഫിക് ചേഞ്ച് ആണ് കേരളം. സാർ, അതിനെ അഭിസംബോധന ചെയ്യണ്ടേ? അതിനെ അഭിസംബോധന ചെയ്യണം. നമുക്ക് എണ്ണം കുറയുക, ജനസംഖ്യ കുറയുക മാത്രമല്ല, ജനസംഖ്യയിലെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. സർ, ഹാർവാർഡ് സർവകലാശാലയിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ വാക്കാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. അതായത് ജനസംഖ്യ നമുക്ക് നൽകുന്ന ഒരു അഡ്വാൻറ്റേജ്, അതിലെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ്. അത് ഈ യുവത്വമാണ്. അവരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നാടിനെ. അത് ചെറുതാകുകയും അതിലൊരു വലിയ വിഭാഗം ബ്രെയിൻ ഡ്രെയിനിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തേക്കും രാജ്യത്തിന് പുറത്തേക്കും വലിയ തോതിൽ പോവുകയും ചെയ്യുകയും മറ്റ് ജനസംഖ്യാ വിഭാഗം വർദ്ധിക്കുകയും ചെയ്യുന്നു. സർ, അതൊരു സമീപനമാണ്. സാമ്പത്തികമായ മാറ്റത്തിലൂടെ പോവുക. സർ, ആ സമീപനം വരുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഊന്നൽ കൊടുത്ത് ഈ നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലത്ത് കൃത്യമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണം, നല്ല യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകണം, പുതിയ കോഴ്സുകൾ ഉണ്ടാകണം. സർ, നേച്ചർ ഓഫ് ജോബ്സ് ഹാവ് ബീൻ ചേഞ്ചിങ്. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ലോകത്ത് മാറുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ വെച്ചത്, എക്സ്പേർട്സുകളെ വെച്ച്, ഇന്ത്യയിലും പുറത്തുമുള്ള നമ്മുടെ ആളുകളെ തന്നെ എക്സ്പേർട്ടുകളെ വെച്ചിട്ട് ഓരോ സെക്ടറിന് എക്സ്പേർട്ടുകളെ വെക്കുകയാണ്. അവർ നിരീക്ഷിക്കുകയാണ് എന്താണ് മാറ്റം തൊഴിൽ മേഖലയിൽ നടക്കുന്നത്. അവർ റിപ്പോർട്ട് ചെയ്യാണ് ഗവൺമെന്റിന്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്. അവരതിന് കറസ്പോണ്ടിങ് ആയി നമ്മുടെ കരിക്കുലം റീസ്ട്രക്ചർ ചെയ്ത് പുതിയ കോഴ്സുകൾ തുടങ്ങിയാണ്. സർ, ആ കോഴ്സുകൾ കഴിയുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തണം, മാറ്റമുണ്ടാകണം. അതിനായിട്ടുള്ള സർവകലാശാലകളും അതിനായിട്ടുള്ള ആശയങ്ങളും അതിനായിട്ടുള്ള കോഴ്സ് പ്രോഗ്രാമുകൾ, ഇപ്പൊ കോഴ്സ് എന്നല്ല പറയുന്ന പ്രോഗ്രാം എന്ന അക്കാഡമിക് പ്രോഗ്രാമാണ്. അതാണ് പുതിയ വാക്ക്. അക്കാഡമിക് പ്രോഗ്രാമുകൾ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ബജറ്റ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് ഗ്ലോബൽ ജോബ് വാച്ച് ടവറും നോളജ് വാലിയും കൊടുത്തിരിക്കുന്നത്. വലിയ സങ്കല്പത്തോടു കൂടിയാണ്, വലിയ പ്രതീക്ഷയോടു കൂടിയാണ്, നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. സർ, വയോജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം. അതൊരു വെൽഫെയർ പ്രോജക്റ്റ് അല്ല, കുറെ ഔദാര്യം വാരി കൊടുക്കുന്ന വെൽഫെയർ പ്രോജക്റ്റ് അല്ല. അത് ലോകരാജ്യങ്ങളിൽ ഫലപ്രദമായി അത് നടപ്പിലാക്കിയ സംവിധാനങ്ങളെ കുറിച്ച് പഠിച്ചിട്ടാണ് ഈ സീനിയർ സിറ്റിസൺസിന് ഈ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. സർ, അവരെ നമ്മൾ സഹായിക്കും, പക്ഷെ അവരെ കൺസ്ട്രക്റ്റീവ് ആക്കണം. ഈ പോപ്പുലേഷന്റെ ഒരു മേജർ ചങ്ക് ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ഇരിക്കരുത്. അവരെ നമുക്ക് ഈ യുവത്വവുമായി കൂട്ടിയിണക്കി മെർജ് ചെയ്ത് അവരെ കൂടി കൺസ്ട്രക്റ്റീവ് ആക്കാനുള്ള പദ്ധതികൾ ഈ സീനിയർ സിറ്റിസൺസ് വകുപ്പ് പ്രഖ്യാപിക്കും. സർ, അതിൽ ഏറ്റവും പ്രായമായവർ, തളർന്നു കിടക്കുന്നവർ, വയ്യാതാകുന്നവർ, സർ, അവരെ സംരക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. ഒരാളും സാമൂഹ്യമായി ഒറ്റപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തും സാർ ഈ സർക്കാർ. അതിനാണ് കെയർ ഗീവർ പദ്ധതികൾ ആരംഭിക്കുന്നത്. പണമുള്ളവർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെയർ ഗീവർ പദ്ധതിയാണ്.
3 മാസത്തെ കോഴ്സും 3 മാസത്തെ പ്രാക്ടീസും. യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള മോഡലാണ് സിലബസ്. നഴ്സിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും അത് തുടങ്ങട്ടെ ഗവൺമെന്റ് കൊടുക്കുന്ന സിലബസിൽ. പുറത്തു വരുമ്പോൾ അവർക്ക് ജോലി കിട്ടും. 10,000-കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടും. പണമുള്ളവരെ അവരെ വെക്കട്ടെ, പണമില്ലാത്ത പാവങ്ങൾക്ക് ഈ ഗവൺമെന്റ് വേറെ സംവിധാനം ഒരുക്കും. സാർ, അവരെ എല്ലാം ചേർത്ത് നിർത്താൻ, രോഗികളെ, വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളെയെല്ലാം ചേർത്ത് നിർത്താനാണ് വൺ കേരള കരുതൽ മിഷൻ തുടങ്ങിയിരിക്കുന്നത്. സാർ, ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ് അത്തരം ഒരു പദ്ധതിയുമായി ഈ ഗവൺമെന്റ് പോകുന്നത്. സാർ, അവിടെ നടപടികൾ ഉണ്ടാകും, ആ ചേർത്ത് നിർത്തൽ ഉണ്ടാകും, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും ഒരു വശത്ത് നമ്മുടെ ഇക്കോണമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥ. സാർ, നമുക്കറിയാം 77% കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ്. സാലറി, പെൻഷൻ, ഇൻട്രസ്റ്റ്. ബാക്കി 100 രൂപ കിട്ടിയാൽ 23 രൂപയാണ് ബാക്കി പാലം പണിയാൻ, റോഡ് പണിയാൻ, ബാക്കിയുള്ള വെൽഫെയർ ആക്ടിവിറ്റീസ് നടത്താൻ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനോ പുതിയ വികസന പദ്ധതികൾക്കോ പുതിയ ക്ഷേമ പരിപാടികൾക്കോ പണം കൊടുക്കാനില്ല. സർ, ടാക്സ് ചുമത്തിയിട്ടല്ല. അതാണ് ഞങ്ങളുടെ പുതിയ എക്കണോമിക് മോഡലാണ്. ജനങ്ങളുടെ തലയിൽ നികുതി ഭാരം കെട്ടിവെച്ചിട്ടല്ല ഖജനാവിൽ പണം നിറയ്ക്കുന്നത്. സർ, ജനങ്ങളുടെ തലയിൽ നികുതി ഭാരം കെട്ടിവെക്കാതെ ഈ സർക്കാർ ഖജനാവ് നിറയ്ക്കും. എങ്ങനെയാണ്? കൃത്യമായ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കർശനമായ നടപടികൾ, ഖജനാവിന്റെ ലീക്കേജ് തടയാൻ, കൃത്യമായ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. സർ, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയും. ഞങ്ങൾക്ക് അതിനുള്ള ആത്മവിശ്വാസമുണ്ട്. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ആക്ടിവിറ്റികൾ ഉണ്ടാക്കി, മണി സർക്കുലേഷൻ ഉണ്ടാക്കി ഞങ്ങൾ ഖജനാവ് നിറയ്ക്കും. സർ, അതാണ് ഈ ഗവൺമെന്റിന്റെ ഈ സമീപനം എല്ലാ കാര്യത്തിലും. സർ, പുതിയ ഡെലിവറി മോഡലുകൾ ഉണ്ടാകണം. ഞാനിവിടെ പറഞ്ഞു സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു മൊത്തം. സർ, ഈ ബജറ്റിൽ എവിടെയെങ്കിലും കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം, പൊതുരംഗവും സ്വകാര്യവൽക്കരിക്കുന്നതിനെ കുറിച്ചൊരു വാചകമുണ്ടോ? സർ, എന്ത് ആഘോഷമാണ് ഇത്! പ്രൈവറ്റൈസ് ചെയ്യാൻ പോയാൽ സർ, ഒരു സ്ഥാപനവും പ്രൈവറ്റൈസ് ചെയ്യില്ല. ഒരു സ്ഥാപനവും. എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ബജറ്റിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പുറത്ത് ചർച്ച. സമൂഹ മാധ്യമങ്ങളിലും ഒരു വാചകം ഈ ബജറ്റിലില്ല. സർ, ഞങ്ങൾക്ക് കൃത്യമായ നയമുണ്ട് ഇക്കാര്യത്തിൽ. ഞങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടാൻ പോകുന്നവരല്ല. നിങ്ങൾ നോക്കിക്കോ, KSRTC 3000 കോടി നിങ്ങൾ കൊടുക്കാനുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഞങ്ങൾ മാറ്റം വരുത്തും. KSRTCയെ സ്വയം പര്യാപ്തമാക്കും. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഒന്നും പറഞ്ഞില്ല എന്നിവിടെ ആരോ പറഞ്ഞു സപ്ലൈകോയെ പറ്റി. ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല സാറേ, പറയുന്നതിനേക്കാൾ നല്ല പ്രവർത്തിക്കാനാ. അതിലൊരു വാചകമുണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മോഡലിൽ സംഭരണം നടത്തും സപ്ലൈകോ, ലാഭമുണ്ടാക്കും. സർക്കാർ സബ്സിഡി കൊടുക്കാതെ ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ഞങ്ങൾ സ്വയം പര്യാപ്തമാക്കും. സാർ, വെള്ളാനകളായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉണ്ടാക്കി പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന നികുതി ഒന്നും നോക്കാതെ എല്ലാ വർഷം കൊടുക്കലല്ല ഈ ഗവൺമെന്റിന്റെ ജോലി. കൃത്യമായ പരിപാടികളും പദ്ധതികളും ഇട്ട് ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തമാക്കണം, ലാഭകരമാക്കണം. അതാണ് ഇതുവരെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ചെയ്യാത്ത സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. വലിയ സ്വകാര്യ സംരംഭങ്ങൾ ചെയ്യുന്നത് പോലെ അവർ ചെയ്യും, ലാഭമുണ്ടാക്കും, സർക്കാരിന്റെ ബാധ്യത കുറയ്ക്കും. അല്ലാതെ അത് സപ്ലൈകോ അടച്ചുപൂട്ടുമല്ല, KSRT അടച്ചുപൂട്ടുമല്ല. KSEB ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലായിരുന്നു. ഇപ്പൊ എത്ര 1000 കോടി രൂപയുടെ നഷ്ടത്തിലാണ്. 4 രൂപ 29 പൈസക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി മേടിക്കാൻ 25 വർഷത്തേക്ക് കരാറുണ്ടാക്കി ഇറങ്ങിപ്പോയതാ ഉമ്മൻചാണ്ടി സർക്കാർ. 7 വർഷം നിങ്ങൾ വാങ്ങിച്ചു, 1 വർഷം ഞങ്ങൾ വാങ്ങിച്ചു. ഒരു സുപ്രഭാതത്തിൽ ആ കരാർ റദ്ദായി. അഴിമതിയാണ്. 4 രൂപ 29 പൈസക്ക് ഒരു യൂണിറ്റിന് മേടിച്ചിരുന്ന വൈദ്യുതി ഇപ്പൊ മേടിക്കുന്നത് എത്രയ്ക്കാ? കരാർ റദ്ദാക്കിയിട്ട് 8 രൂപയ്ക്കും 14 രൂപയ്ക്കും. കോടികളാണ് ഒരു ദിവസം KSEBയുടെ നഷ്ടം. നയമാണത്രേ, പൊതുമേഖലയെ സംരക്ഷിക്കുന്ന നയം. കോടികൾ, 10,000-കണക്കിന് കോടി രൂപയുടെ നഷ്ടം. പാവപ്പെട്ട ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം കൊടുക്കുക, 4-5 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി പാവപ്പെട്ടവന്റെ തലയിൽ വെക്കുക. അതല്ല സാർ ഈ സർക്കാരിന്റെ നയം. ആ വൈദ്യുതി ബോർഡിനെ ഞങ്ങൾ ലാഭത്തിലാക്കും. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആ വൈദ്യുതി ബോർഡിനെ ഞങ്ങൾ ലാഭത്തിലാക്കും.
ജനങ്ങളുടെ ഞങ്ങളന്ന് 22 പൈസ കുറച്ചു കൊടുത്തു ഒരു യൂണിറ്റിന്. ആര്യാട സാറ് മന്ത്രിയായിരിക്കുമ്പോ, മനസ്സിലായില്ലേ? അതിനെ ഞങ്ങൾ നവീകരിക്കാൻ പൂട്ടുകയല്ല, അതിനെ എഫിഷ്യന്റ് ആക്കും. അതാണ് ഞങ്ങളുടെ സമീപനം. ഒരു സ്വകാര്യ സ്ഥാപനവും പറഞ്ഞിട്ടില്ല. ഇവിടെയുള്ള വലിയൊരു ആരോപണം എന്താ? ഇതാ കരിമണൽ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. സാർ, ഈ ബജറ്റിൽ എവിടെയാണ് സാർ കരിമണൽ സ്വകാര്യവൽക്കരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്? സാർ, സദേൺ എക്കണോമിക് കോറിഡോറിനെ പറ്റി പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് ഈ ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി ശക്തമായൊരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുകയും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുകയും ഭാവിയിൽ രാജ്യത്തിന്റെ തന്നെ തന്ത്രപ്രധാനവും സമുദ്രബന്ധിതവുമായ വികസന മേഖലകളിൽ മുൻനിര സ്ഥാനത്തെത്തിക്കുമെന്ന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.